നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ച് ദിവസമായി വായനകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് കുറച്ചധികം കാര്യങ്ങളിൽ തിരക്കിലായി പോയത് കൊണ്ടും കുറച്ചധികം നമ്മൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കിലായി പോയത് കൊണ്ടുമാണ് യൂട്യൂബിൽ നമ്മുടെ വായനകൾ ഇടാത്തത്. എല്ലാവരും നമുക്ക് വ്യക്തിപരമായി മെസ്സേജുകൾ അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വായനകൾ ഇല്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച്. കുറച്ച് ആത്മീയപരമായിട്ടുള്ള യാത്രകളിലായിരുന്നു, ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ടായിരുന്നു, ആത്മീയപരമായിട്ട് കുറച്ചധികം പഠനങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് വായനകൾ ഇടാൻ സാധിക്കാഞ്ഞത്. എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ മറ്റാരുടെയെങ്കിലും സ്വന്തമാകുമോ എന്നുള്ള ഭയം ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെ പോസിറ്റീവായി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപിരിയേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ പോലും ചില സാഹചര്യങ്ങളുടെ അനന്തരഫലമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലതരത്തിലും നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെയും ഈ വ്യക്തി നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടാകാം, നിന്നെ എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, നിന്റെ സ്നേഹം എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഇത്തരം മനസ്സ് വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏറെ ദുഃഖിച്ചിട്ടുണ്ടാകാം, നിങ്ങളേറെ സങ്കടപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾ പലപ്പോഴും അപേക്ഷിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വിഷമിച്ച് ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ഒരിക്കലും നിങ്ങളോട് അതിൻ്റെ യഥാർത്ഥ കാരണം പറയുവാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാരണം. എന്നാൽ ഈ ഒരു വായനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുമായി മര്യാദക്കുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള സ്നേഹം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും ഈ വ്യക്തിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്, കാരണം നിങ്ങളോട് സ്നേഹം കാണിക്കാൻ പറ്റാത്തതിനും നിങ്ങൾക്ക് വേണ്ടുവോളം പ്രണയം തരാൻ സാധിക്കാത്തതിനും. പക്ഷെ എന്തു ചെയ്യാം, ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഈ വ്യക്തിക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥകളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പിറകെ ഓരോന്നായി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലങ്ങളുടെ വരവായി പലതരത്തിലുള്ള സന്തോഷ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ. പലതരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലി കിട്ടുക, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ബിസിനസ് തുടങ്ങുക,
സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുക, മറ്റെന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ നല്ല കാലം തുടങ്ങുക. നല്ല കാലം തുടങ്ങുന്നതിന് മുന്നോടിയായി നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ എന്തെങ്കിലും സന്തോഷമായ കാര്യങ്ങൾ സംഭവിക്കുക. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളോട് സന്തോഷത്തോടെയും വളരെ ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയും നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാലം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിന്നതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുമോ എന്നുള്ള പേടി ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു ചേർന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്തരം പേടി ഈ വ്യക്തിയെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്, ക്ഷണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു 75% പ്രശ്നങ്ങൾ ഈ വ്യക്തി പരിഹരിച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. കാലചക്രം ശരിയായപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും മാറിപ്പോയതായും പലതും സോൾവ് ആയതായും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ദിവസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ മാസങ്ങളായിട്ടോ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രീതിയിൽ, ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കാര്യം മാത്രമേ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം മാത്രമാണ്. അതെന്ത് വില കൊടുത്തും എന്തൊക്കെ റിസ്ക് എടുത്തും നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുമാത്രമല്ല, എന്ത് കാരണം കൊണ്ടും നിങ്ങളെ മറ്റാരും സ്വന്തമാക്കരുത് എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിക്കുണ്ട്. കാരണം ഇത്രയും കാലം ഈ വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളിൽ ഓരോരുത്തരും ഈ വ്യക്തിയുടെ വരവിനായി കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും കോള് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല വിധത്തിലും നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിയുടെ ഈ ഒരു അകൽച്ച കണ്ടിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ജീവിതം പോലും മടുത്തു പോയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നോട് താല്പര്യമില്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തി അപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കരുതി ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയുടെ പുറകെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു പ്രതീക്ഷ സത്യമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടനീളമായി നിലനിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ അടുത്ത് മറ്റു പല വ്യക്തികളും ഉണ്ടെങ്കിൽ പോലും അവരിലൊന്നും ഈ വ്യക്തിക്ക് സന്തോഷം കണ്ടെത്തുവാനോ സമാധാനം കണ്ടെത്തുവാനോ സാധിക്കുന്നില്ല. അവരുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുറച്ച് കാലഘട്ടത്തെ ഒരു സന്യാസ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാള് നിങ്ങൾ രണ്ടുപേരും അകന്നു കഴിയണം എന്നായിരിക്കാം ഈ ഒരു പ്രപഞ്ച ശക്തി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇങ്ങനെല്ലാം സംഭവിച്ചു പോയത്. അതാരുടെയും കുറ്റമല്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു പ്രണയം ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി അങ്ങോട്ട് വന്നു ചേരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഇത്രയും കാലം സന്തോഷപൂർവ്വം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോന്നോരോന്നായി വന്നു ചേരാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.